ഹലോ ഹായ് നമസ്കാരം 5 സെക്കൻഡ്സ് വ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് ഹെൽത്ത് ടിപ്സിൽ നമ്മൾ നോക്കുന്നത് സ്കപ്പൂള, തോളെല്ലും ട്രപ്പീസിയസ് മസിൽസിന്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. തോളെല്ല്, സ്കപ്പൂള. ട്രപ്പീസിയസ് മസിൽസ് എന്ന് പറഞ്ഞാൽ കഴുത്തിന്റെ അടിഭാഗം തുടങ്ങി 2 ഷോൾഡർ ബ്ലേഡുകളിലേക്കും പരന്ന് ബോഡിയുടെ മിഡ് ലൈൻ വഴി താഴെ ബാക്കിന്റെ എൻഡിൽ വന്ന് അവസാനിക്കുന്ന മസിൽസിനെയാണ് ട്രപ്പീസിയസ് മസിൽസ് എന്ന് വിളിക്കുന്നത്. ഈ ട്രപ്പീസിയസ് മസിൽസ് ആണ് സ്കപ്പൂളയുടെ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. കഴുത്തിന്റെ മുകളിലേക്കും താഴത്തേക്കുമുള്ള പ്രവർത്തനം, സൈഡിലേക്കുള്ള പ്രവർത്തനം, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത്, കൈകൾ ഇരുവശത്തേക്കും ഉയർത്തുവാനും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനം, സ്കപ്പൂളയുടെ തോളലിന്റെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റുകളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ ട്രപ്പീസിയസ് എന്ന് പറഞ്ഞ മസിൽസ് ആണ്. ട്രപ്പീസിയസ് മസിൽസിന് വീക്ക്നെസ് ഉണ്ടായാൽ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് നമ്മുടെ ഈ മസിൽ അധികം ഉപയോഗിക്കാതിരിക്കുക, കണ്ടിന്യൂസ് ആയി ഒരേ പോസ്റ്ററിൽ ഇരുന്ന് കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് വർക്ക്, അതുപോലെ 2 വീലറിലുള്ള യാത്രകൾ, പ്രായാധിക്യം, പ്രവർത്തനം, നമ്മൾ ഈ മസിലിനെ അധികം ഉപയോഗിക്കാതിരിക്കുക എന്നീ കാരണങ്ങൾ കൊണ്ട് ട്രപ്പീസിയസ് മസിൽസ് വീക്ക് ആകാം. അങ്ങനെ സംഭവിച്ചാൽ ബോഡി പോസ്റ്ററിലായിരിക്കും നമ്മൾ ആദ്യം ഈ മാറ്റം കാണുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, ചില ആളുകളുടെ തോളല് മുമ്പോട്ടൊന്ന് ഇരുന്ന് പോകുന്നതും കഴുത്തിന്റെ ഭാഗത്ത് ചെറിയൊരു വളവ് വരുന്നു നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ഇത് ട്രപ്പീസിയസ് മസിൽസിൽ ഉള്ള ഒരു ബലക്ഷയം തന്നെയാണ്. ട്രപ്പീസിയസ് മസിൽസിന് ബലക്ഷയം ഉണ്ടായാൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും. ഒന്ന്, നമ്മുടെ മൂബിലിറ്റിയുടെ ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ നമുക്ക് കഴുത്തുകളോ കൈയോ സ്കപ്പൂള തന്നെയോ മൂവ്മെന്റ് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. 2, ഈ മസിൽ വീക്കായി കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇഞ്ചുറി ഉണ്ടായാൽ ട്രപ്പീസിയസ് മസിൽ മൊത്തത്തിലോ കഴുത്തിന്റെ ഭാഗത്തോ ഷോൾഡറിന്റെ ഭാഗത്തോ സ്വെല്ലിങ് വരാനും വേദന ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ നോക്കുന്ന 3 സിമ്പിൾ മെത്തേഡ്സ് ട്രെയിനിങ് ആണ്, എക്സസൈസ് മെത്തേഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇത് ഒരു റീഹാബിലിറ്റേഷൻ എക്സസൈസ് ആയിട്ട് പോലും ചില ഫിസിക്കൽ ട്രെയിനേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്നതും അധികം സമയം ചെലവഴിക്കേണ്ടാത്തതുമായിട്ടുള്ള എക്സസൈസ് ആണത്. ഫസ്റ്റ്, മുകളിൽ പിക്ചറിൽ കാണുന്ന പോലെ കൈകളെ നമ്മൾ പയ്യെ നീട്ടി പിടിച്ചുകൊണ്ട് പാംസ് ഫേസിംഗ് ആയിട്ട് നിർത്തിക്കൊണ്ട് നമ്മളൊരു മതിലിനെ ഫേസ് ആയിട്ട് നിൽക്കുക. കാൽവിരലുകൾ മതിലിൽ മുട്ടിച്ചുകൊണ്ടും നമ്മുടെ പാം മതിലിൽ പയ്യെ മുട്ടിച്ചു നിർത്തിക്കൊണ്ടും നമ്മുടെ ഷോൾഡറിനെ പയ്യെ ചെവിയുടെ ഭാഗത്തേക്ക് ഉയർത്തുക. നേരെ ചെവിയുടെ ഭാഗത്തേക്ക് ഉയർത്തുക, താഴത്തേക്ക് കൊണ്ടുവരിക. ഒട്ടും സ്ട്രെയിൻ എടുക്കാതെ വേണം ഇത് ചെയ്യാനായിട്ട്. നമ്മുടെ ട്രപ്പീസിയസ് മസിൽസിൽ വരുന്ന സ്ട്രെയിൻ നമ്മൾ നോക്കുക. അതുപോലെ തന്നെ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ നമ്മുടെ ഈ ഷോൾഡർ മസിൽസ് ഒരിക്കലും ബാക്കിലേക്ക് നമ്മൾ വലിക്കരുത്. അത് ഇഞ്ചുറി ഉണ്ടാക്കാനായിട്ടുള്ള കാരണമാകും. രണ്ടാമത്തത്, ബോഡി നേരെ മതിലിലേക്ക് ചാരി നിർത്തിക്കൊണ്ട് കൈകൾ പാംസ് നമ്മുടെ മതിലിൽ മുട്ടിച്ച് നിർത്തിക്കൊണ്ട് കഴുത്തൊരൽപ്പം മുമ്പോട്ട് നിർത്തി ഷോൾഡർ നേരെ മുകളിലേക്ക് ഉയർത്തുക, താഴത്തേക്ക് കൊണ്ടുവരിക. നമുക്ക് ആ സമയം നമ്മുടെ ട്രപ്പീസിയസ് മസിൽസിൽ ഉണ്ടാകുന്ന ആ മാറ്റം അല്ലെങ്കിൽ വരുന്ന വലിച്ചിൽ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. ഇതിന്റെ ഒരു അഡ്വാൻസ് സ്റ്റേജിൽ വേണമെങ്കിൽ നിങ്ങൾ ഇന്റർമീഡിയറ്റ് സ്റ്റേജിലോ അഡ്വാൻസ് സ്റ്റേജിലോ, ഇപ്പോൾ നിങ്ങൾ ബിഗിനർ ലെവലിൽ കഴിഞ്ഞൊരു കംഫർട്ട് ലെവലിൽ എത്തിയാൽ ഈ എക്സസൈസ് ചെയ്താൽ ചെറിയ ഒരു 1/2 കിലോയുടെ ഡംബൽ ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഒരു 3 സെറ്റ്, 10 റെപ്പിറ്റേഷൻ ഉള്ള 3 സെറ്റെങ്കിലും നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് മതിലിനെ ഫേസ് ചെയ്ത് നിർത്തിക്കൊണ്ട് കൈകളെ ലാറ്ററൽ പൊസിഷനിൽ വിടർത്തി നിർത്തുക. മതിലോട് കൂടി തന്നെ പയ്യെ താഴത്തേക്കും അപ്പ് ആൻഡ് ഡൗൺ പൊസിഷനിൽ ലാറ്ററൽ മൂവ്മെന്റ്സ് ചെയ്യുക. അബ്ഡക്ഷൻ ആൻഡ് അഡക്ഷൻ എന്നാണ് ഈ മൂവ്മെന്റിനെ പറയുന്നത്. ഷോൾഡർ ലെവലിൽ നിന്ന് മുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ തന്നെ മതിലിനെ നമ്മൾ ഫേസ് ചെയ്ത് നിർത്തിക്കൊണ്ട് കൈകളുടെ ലാറ്ററൽ മൂവ്മെന്റ് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രപ്പീസിയസ് മസിൽസിൽ വരുന്ന റെസിസ്റ്റൻസ് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇതിന്റെ ഒരു അഡ്വാൻസ് സ്റ്റേജിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത്, നേരെ ഫ്രണ്ട് ഫേസ് ചെയ്ത് നിൽക്കുക, മതിലിൽ നിന്ന് മാറി ഫ്രണ്ട് ഫേസ് ആയിട്ട് നിന്നിട്ട് ചെറിയൊരു വെയിറ്റോ അല്ലെങ്കിൽ ചെറിയൊരു ഡംബലോ കയ്യിലെടുത്തുകൊണ്ട് കൈകളുടെ ലാറ്ററൽ പൊസിഷനിൽ ഷോൾഡറിന് കുറച്ച് മുകളിലേക്കും നേരെ മിഡ് ലൈൻ ഓഫ് ദ ബോഡിയിലേക്ക് കൊണ്ടുവരിക. അഡക്ഷൻ ആൻഡ് അബ്ഡക്ഷൻ ചെയ്യുന്നത് നല്ലതാണ്. ഈ എക്സസൈസുകൾ നിരന്തരമായിട്ട് ചെയ്യുന്നത് വഴി ഇതും ഒരു 3 സെറ്റും 10 റിപ്പീറ്റേഷനും ചെയ്താൽ, നിരന്തരമായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രപ്പീസിയസ് മസിൽസ് സ്ട്രെങ്തൻ ആവുകയും നിങ്ങളുടെ ബോഡി പോസ്ചറുകൾ വളരെയധികം ഇംപ്രൂവ് ആവുകയും നിങ്ങളുടെ കഴുത്തിൻ്റെയും കൈയിൻ്റെയും സ്കപ്പൂളയുടെയും മൂവ്മെന്റ്സ് വളരെയധികം നന്നാവുകയും ചെയ്യും. വേൾഡിലെ ഫിറ്റ്നസ് എക്സ്പേർട്സ് പറയുന്നത് ഈ ചെറിയ എക്സസൈസുകൾ ഒരു ആന്റി ഏജിങ് എക്സസൈസ് ആണെന്നാണ്.
ഇത്രയും പറഞ്ഞുകൊണ്ട് 5 സെക്കൻഡ്സ് വ്യൂയോട് നിർത്തുന്നു. ഹെൽത്ത് ടിപ്സിൽ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന സ്കപ്പൂളയുടെയും ട്രപ്പീസിയസിന്റെയും ഇമ്പോർട്ടൻസും ട്രപ്പീസിയസ് എക്സസൈസ് മസിൽസിന്റെ എക്സസൈസുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു കരുതിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് 5 സെക്കൻഡ്സ് വ്യൂ.